ഞാൻ ശാന്തിനികേതനിലാണ്, രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും അദ്ദേഹം സ്ഥാപിച്ച സർവകലാശാലയായ വിശ്വഭാരതിയുടെയും നാട്ടിൽ. ഇപ്പോൾ ഇത് ബംഗാളിൻ്റെ കല, സംസ്കാരം, സാഹിത്യം എന്നിവയുടെ കേന്ദ്രമാണ്. പക്ഷേ 2026 ബംഗാൾ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കെ വോട്ട് ഈ പ്രദേശം മുഴുവൻ ഒരു വഴിത്തിരിവിലാണ്. ഒരു വശത്ത് ഈ വലിയ രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ ഉള്ളപ്പോൾ മറുവശത്ത് യുവാക്കളുടെ അഭിലാഷങ്ങളുണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വലിയ പ്രധാന പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അതെന്തായിരിക്കും? ഞാൻ ആദ്യമായിട്ട് കമന്റ് ചെയ്യുന്നത് എല്ലായിടത്തും നടക്കുന്ന തൊഴിലില്ലായ്മയെ പറ്റിയാണ്. ഓക്കെ. കാരണം ഞാൻ തന്നെ വിശ്വഭാരതിയിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ഇവിടെയാണ് തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ BEd ചെയ്യുകയാണ്. അറിയാമോ, ഞാൻ മാസ്റ്റേഴ്സ് യോഗ്യത നേടിയതാണ്. പക്ഷെ എനിക്കിതുവരെ കിട്ടുന്ന ജോലികൾ വെച്ച് നോക്കുമ്പോൾ അത് എൻ്റെ യോഗ്യതയുമായി തീർത്തും ഒരുമാതിരി ചേരുന്നതല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രബലമായവ വാഗ്ദാനം ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് പൂജ്യമാണ്. അതിന് ശരി, ഒരു രാഷ്ട്രീയ ചോദ്യം. അങ്ങനെയെങ്കിൽ ഈ നൽകുന്ന വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാൻ കൂടുതൽ സാധ്യത ആർക്കാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആരുമില്ല. അപ്പോൾ ക്ഷേമ പദ്ധതികളെക്കുറിച്ചോ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട പദ്ധതികളെക്കുറിച്ചോ സംസാരിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, അങ്ങനെ മമത സർക്കാർ പറയുന്നത് അവർക്ക് യുവസാധി എന്നൊരു പദ്ധതി ഉണ്ടെന്നും പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ആത്യന്തികമായി ലക്ഷ്യം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണെന്നുമെല്ലാമാണ്. BJP പറയുന്നത് ഇത് പോരാ എന്നൊക്കെയാണ്. രാഷ്ട്രീയ വാചാടോപങ്ങൾക്കപ്പുറം ഈ പ്രചാരണങ്ങളെയും വാഗ്ദാനങ്ങളെയും കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതെങ്കിലും പാർട്ടിയിൽ നിങ്ങൾക്ക് വിശ്വാസം വന്നിട്ടുണ്ടോ? ഏതാണ്? അങ്ങനെയൊന്നുമില്ല. സത്യം എന്തെന്നാൽ അവൾ പറഞ്ഞതുപോലെ തൊഴിലില്ലായ്മ എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ഒരു നിർണായകമായ വിഷയമാണ്. പിന്നെ ഞങ്ങൾക്ക് പല അലവൻസുകളും കിട്ടുന്നുണ്ട്, അതായത് യുവാക്കൾക്ക് കിട്ടുന്നുണ്ട്. അതൊരു തരത്തിൽ നല്ലതാണ്, അതായത് അതൊരു ചെറിയ പിന്തുണ നൽകുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷെ അത് ശരിയായ ഒരു തൊഴിലിന് പകരമാവരുത്. ഇപ്പോൾ ഞങ്ങളുടെ ബിരുദങ്ങളും വിദ്യാഭ്യാസവും പൂർത്തിയാക്കി ഞങ്ങൾ അർഹിക്കുന്നുണ്ട് ഒരു തരം സുരക്ഷ, സാമ്പത്തിക സുരക്ഷ, ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി. മാഡം, നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് അധികാരത്തിൽ വരുന്നത്? അഭിപ്രായമില്ല. പിന്നെ നിങ്ങൾ പ്രതീക്ഷകളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും അതിനെപ്പറ്റിയും ചോദിക്കുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പ് പശ്ചിമ ബംഗാൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട അതുപോലൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്ക് 24 വയസ്സുണ്ട്. ഇതെന്റെ ആദ്യത്തെ വോട്ടാണ്. ഇത് നിങ്ങളുടെ ആദ്യത്തെ വോട്ടാണോ? ആദ്യത്തെ വോട്ടറോ? അതെ. എന്തുകൊണ്ട്? ഞാനിപ്പോൾ പറയാം. അപ്പോൾ എനിക്ക് 18 വയസ്സുള്ളപ്പോൾ എനിക്ക് എൻ്റെ വോട്ടർ ID കാർഡ് കിട്ടി. ഞാൻ ആദ്യമായി വോട്ട് ചെയ്യാൻ പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ എൻ്റെ പേര് പരിശോധിച്ചു. അവർ നോക്കി, ഓക്കെ, ദേവരതി ബിശ്വാസ്, നിങ്ങളുടെ വോട്ട് കഴിഞ്ഞു മാഡം, നിങ്ങൾക്ക് തിരിച്ചു പോകാം. അതുകൊണ്ട് ആ വർഷം മുതൽ ഞാൻ വോട്ട് ചെയ്യുന്നത് നിർത്തി. അതുകൊണ്ട് ഇത്തവണ ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പോകും, തീർച്ചയായും. ഒരു യുവതി എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ആരാണ് ഏറ്റവും മികച്ച സ്ഥാനത്തുള്ളതെന്ന് നിങ്ങൾ കരുതുന്നു? തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ളവരോ? അതെ. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണെന്നാണ്. ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു തൃണമൂൽ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ. നിങ്ങൾക്ക് ആർബികോർ പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയാമായിരിക്കുമല്ലോ. എനിക്കറിയാം. അതെ. പിന്നെ നിങ്ങൾക്ക് SSC അഴിമതിയെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും അറിയാമായിരിക്കുമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു. പക്ഷേ ആർബികോർ പ്രസ്ഥാനത്തിന് തൊട്ടു പിന്നാലെ കുറച്ച് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. തൃണമൂൽ കോൺഗ്രസ് എല്ലാറ്റിലും ജയിച്ചു. പിന്നെ SSC ആ മൊത്തം കോലാഹലം അതത്ര വലിയ ചലനം ഉണ്ടാക്കിയില്ല. കുറഞ്ഞപക്ഷം അത് അത്രയധികം സ്വാധീനം ചെലുത്തിയെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പിന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ നേതാക്കളും അവരുടെ ശരീരഭാഷയും പെരുമാറ്റങ്ങളും വെച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോഴും തോന്നുന്നത് അവർ ശക്തമായ നിലയിലാണെന്നാണ്. ഇത് ഏറ്റവും നല്ല സാഹചര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രായോഗികമായി അതെ, പശ്ചിമ ബംഗാളിലെ ഏറ്റവും ശക്തമായ പാർട്ടി ഇപ്പോഴും അവരാണെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, BJP വളരെ ശക്തമായ ഒരു പ്രചാരണം സംഘടിപ്പിച്ചതായി തോന്നുന്നു. അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 2019 അല്ലെങ്കിൽ 21 മുതലെങ്കിലും അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിനുള്ളത്ര ശക്തമായ ഒരു അടിത്തറ BJPക്ക് ഇല്ലെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. പിന്നെ ഒരു പാർട്ടിക്ക് പ്രാദേശിക ജനങ്ങളിലും പ്രാദേശിക നേതാക്കളിലും വളരെ ശക്തമായ ഒരു സ്വാധീനമില്ലെങ്കിൽ അവർ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതെ, BJP കുറച്ച് സീറ്റുകൾ നേടും. അവർ നേടുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അവർ ജയിക്കാൻ പോകുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. മനസ്സിലായി. എനിക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിലേക്ക് കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഇപ്പോൾ അവർ വ്യക്തമായും അർഗിക്കോറിനെ കുറിച്ച് പരാമർശിച്ചു. പിന്നെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഒരുപാട് സംസാരമുണ്ട്. പ്രചാരണം നടത്തുന്ന എല്ലാ രാഷ്ട്രീയക്കാരും അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ വ്യക്തമായും ഒരുപാട് ഫഹദുഹു ഉണ്ട്. ആരോ എന്തോ പറയുന്നു. ഒരു ബംഗാളി എന്ന നിലയിലും ബംഗാളിലെ ഒരു താമസക്കാരി എന്ന നിലയിലും
ഈ സ്ത്രീ സുരക്ഷാ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? സർക്കാർ വേണ്ടത്ര ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇനിയും കൂടുതൽ ചെയ്യേണ്ടതുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതായത് ഞാൻ അവിടെ നിന്ന് ഇവിടേക്ക് മാറിയത് മുതൽ. പക്ഷേ ഇവിടെ അത് കുറച്ച് കുറവാണെന്ന് ഞാൻ പറയും. പക്ഷേ തീർച്ചയായും എനിക്ക് തോന്നുന്നത് സ്ത്രീ സുരക്ഷ എന്നത് സംസാരിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. കാരണം തീർച്ചയായും ദിവസാവസാനം നിങ്ങൾക്കറിയാമല്ലോ, ജോലി ചെയ്യാൻ തുടങ്ങുകയും നമ്മൾ യഥാർത്ഥത്തിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറുകയും യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യപ്പെടുന്നുമില്ല. നോക്കൂ, അടിസ്ഥാനപരമായ കാര്യം എന്തെന്നാൽ, അതായത് പുരുഷന്മാരുടെ നോട്ടത്തിൽ നമ്മൾ ഇപ്പോഴും വളരെ ഒരു താഴ്ന്ന നിലയിലാണ്. ഇത് അടിസ്ഥാനപരമായി പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അധികാരത്തിലും സ്ഥാനങ്ങളിലും ഇരിക്കുന്ന രാഷ്ട്രീയക്കാർ എന്ന നിലയിൽ അവർ ഒരുപക്ഷെ അത്തരം പ്രചാരണങ്ങൾ നടത്താനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഒരുപക്ഷെ അതെന്തെങ്കിലും ഫലം ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതെ, അവൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എല്ലാവരും അത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ വിഷയങ്ങളോ നേരിട്ടിട്ടുണ്ട്. കൂടാതെ ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. അതായത് ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും അവർ ആർഗിക്കോറിന് ശേഷം ഈ വിഷയം ശ്രദ്ധിക്കണം. അതായത് അത്ര വലുതോ ഗംഭീരമായതോ ആയ ഒന്ന് മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ശരി, ബംഗാളിൽ വളരെ വലിയ രീതിയിൽ അരങ്ങേറുന്നതായി ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു വിഷയത്തെക്കുറിച്ചുള്ള ചില അവസാന ചിന്തകൾ. ഈ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യം, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് സാർ. BJP പറയുന്നത് എല്ലാവരുടെയും പട്ടികയിൽ പേര് വരാത്ത ആരും ഒരു ഗുസ്പേട്ടിയെയോ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരനുമാണ്. TMC അവകാശപ്പെടുന്നത് ഇത് അവരുടെ വോട്ട് ബാങ്ക് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണെന്നും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് കൂട്ടായ വോട്ടവകാശ നിഷേധമാണെന്നുമാണ്. ഒരു യുവ വ്യക്തി എന്ന നിലയിൽ പ്രചാരണത്തിന്റെ ഈ വശത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ശരി, അപ്പോൾ പ്രചാരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആരാണോ അധികാരത്തിൽ വരാൻ നോക്കുന്നത് അവർക്ക് അജണ്ടയുണ്ട്. എല്ലാ പാർട്ടിക്കും അജണ്ടയുണ്ട്. ഈ ലോകത്തിലെ എല്ലാ പാർട്ടികൾക്കും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. പിന്നെ ഇന്ത്യയിൽ നമ്മുടെ മന്ത്രിമാരുടെയും എല്ലാവരുടെയും വിദ്യാഭ്യാസ കുറവ് കാരണം അവർ വെറുതെ വോട്ട് ചോദിക്കും. ഞങ്ങൾക്ക് വോട്ട് തരൂ, ഞങ്ങൾ നിങ്ങൾക്കായി പ്രവർത്തിക്കാം. പിന്നെ അവർക്ക് സീറ്റും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാം മറക്കും. അതാണ് കാര്യം. ഇത് SIRനെ കുറിച്ചല്ല. അതെ, ആരെങ്കിലും വരും, ഏതെങ്കിലും പാർട്ടി വരും, എന്നിട്ടൊരു കാര്യം പുറത്തെടുക്കും. ശരി, ഇതാണ് കാര്യം. അപ്പോൾ BJP അതാണ് ചെയ്യുന്നത്. എന്നിട്ട് തൃണമൂൽ അതിനെ പ്രതിരോധിക്കും, എല്ലാം ചെയ്യും. പക്ഷേ അവസാനം എല്ലാത്തിന്റെയും ഫലവും മറ്റും വരുമ്പോൾ എല്ലാവരും ശാന്തരാകും. അറിയാമോ, എന്റെ അച്ഛൻ കുറച്ചു ദിവസം മുൻപ് എന്നോട് ചോദിച്ചു, അറിയാമോ, ഞാൻ കൽക്കട്ടയിൽ നിന്നാണല്ലോ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്നോട് തിരികെ വന്ന്, അറിയാമോ, ഇത്തവണ വോട്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു, അറിയാമോ, ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ഒരു 10 വർഷം കഴിഞ്ഞ് ആ SIR വീണ്ടും നടക്കുമ്പോൾ നീ ഇത്തവണ വോട്ട് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ അതൊരു പ്രശ്നമായേക്കാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം എന്റെ അച്ഛൻ, അറിയാമോ, സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വിഷയമാണ്. അതായത് ഞാൻ എന്റെ രാജ്യത്താണ് ജീവിക്കുന്നത്, എന്നിട്ട് അത് എനിക്കൊരു ഭീഷണിയാണെങ്കിൽ ഒരുപക്ഷെ ഒരു 10 വർഷം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ സംഭവം വീണ്ടും നടന്നാൽ ഞാൻ ഇത്തവണ വോട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതൊരു ചോദ്യം തന്നെയാണ്. അറിയാമോ, എന്നെ എന്തിനു ഭീഷണിപ്പെടുത്തണം?